ശരി, ശ്രീ സി ആർ നീലകണ്ഠൻ, ഇപ്പോൾ രണ്ട് രൂപത്തിൽ ഇ ഡി ഒരേ വിഷയത്തിൽ വരുന്നത്, അതും തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്നതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഞാൻ ഇ ഡി വന്നതിന് ഒരു നിലയ്ക്കും അതൊരു ഗൗരവമായൊരു വാർത്ത പോലും അല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇ ഡി കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ന് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി, സുപ്രീം കോടതി നിശിതമായ വിമർശനം അവർക്കെതിരെ ഉണ്ട്. ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റ് 2%. 2%. പക്ഷേ 100 കേസെടുത്താൽ 2 കേസിലാണ് എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷ വരുന്നത്. മൂന്നാമത്തെ കാര്യം, ഇവിടെ കൊടുത്ത കുറ്റപത്രം നോക്കൂ. വീരപ്പനെ സൈക്കിളിൽ ഓവർലോഡ് വെച്ചതിന് ചാർജ് ഷീറ്റ് കൊടുത്ത മാതിരിയാണത്. യഥാർത്ഥത്തിൽ നിൽക്കാത്തൊരു ചാർജ് ഷീറ്റാണ്. ഞാൻ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതിനോട് യോജിക്കുന്നു. ഇതിൽ കൊടുക്കേണ്ട ചാർജ് ഷീറ്റ് ഇതിലല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ടല്ലോ. ഇ ഡി മാത്രമല്ല, ഇ ഡി, ഐ ടി, കസ്റ്റംസ്, SFIO എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എത്ര ആൾ ഇവിടെ കയറി ഇറങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1 വർഷത്തിലേറെ ജയിലിൽ കിടന്നിട്ട് ഒരു കേസിൽ, അത് നിൽക്കട്ടെ, ആ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ പ്രിൻസിപ്പൽ സെക്രട്ടറി. നിങ്ങൾ നോക്കൂ, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കം അല്ലെങ്കിൽ സ്വരൻ അടക്കം ഉള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ആളുകൾ ഇവരെത്ര കാലം ജയിലിൽ കിടന്നു? ഇവിടുത്തെ മുഖ്യമന്ത്രിയെ, മുഖ്യമന്ത്രിയുടെ മകളെ ഒരു ചോദ്യം ചെയ്യാൻ പോലും ഇ ഡിയോ SFIO വന്നിട്ടില്ല. ആകെ ഒരു കേസ് അങ്ങോട്ടും കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ അതവരുടെ രാഷ്ട്രീയമാണ്. ഞാൻ അവരെ കുറ്റം പറയില്ല. എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയമുണ്ട്. കേരളത്തിൽ അവർക്കൊരു ടാർഗറ്റ് രാഷ്ട്രീയമുണ്ട്. ഇനി ഒരു കാര്യം, ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞ 2 കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്, അത് പറയാം. ഒന്ന്, ഭൂമി വാങ്ങുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റിസർവ് ബാങ്ക്, ഫെമ ഇതിൽ നിന്ന് ഇത് മാറ്റിയിട്ടുണ്ട്. ഭൂമി വാങ്ങുക എന്ന് പറയുന്നത് ഭൂമി എക്വയർ ചെയ്യുക എന്ന് പറയുന്നത്, ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പം എന്താ ചെയ്യണമെന്നറിയോ? കേരളത്തിൽ ഇപ്പോൾ ദേശീയപാതയ്ക്കടക്കം ഭൂമി എക്വയർ ചെയ്യല്ല ഇത്. അത് ഞാൻ വേണമെങ്കിൽ എനിക്ക് എൻ്റെ രേഖയുണ്ട്. ഭൂമി എന്താ ചെയ്യുക? അക്വസിഷൻ നോട്ടീസ് കൊടുക്കും. നോട്ടീസ് കൊടുത്ത് ഇവരുടെ സമ്മതപത്രം വാങ്ങും. സമ്മതപത്രം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിക്ട് ലെവൽ പർച്ചേസ് കമ്മിറ്റി വയ്ക്കും. അത് ആ വിലയാണ്. ഈ 2013 നിയമം എന്ന് പറയുന്നത് ബാക്കി ഒന്നും പാലിച്ചിട്ടില്ല. അതിൻ്റെ വില കൊടുക്കുന്ന നിയമമാണ്. അത് വെച്ച് വില തീരുമാനിക്കുകയാണ്. അത് 2 പാർട്ടി എഗ്രിമെൻറ്റിലെ വില തീരുമാനിക്കണം. അതായത് അക്വയർ ചെയ്യണേ അങ്ങനെയല്ല, ഒറ്റ വിലയാണ്, എല്ലാവർക്കും വില പ്രഖ്യാപിക്കും. ഇതങ്ങനെ പ്രഖ്യാപിക്കുകയല്ല ചെയ്യണേ. നിങ്ങൾ ഉടമസ്ഥനും ഡിസ്ട്രിക്ട് ലെവൽ പർച്ചേസ് കമ്മിറ്റിയും തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ വിൽപ്പനയാണ്. ഇത് ആ ഡോക്യുമെൻ്റ് പരിശോധിച്ചാൽ അറിയാം. ഞാൻ ഇപ്പോൾ വല്ലാർപാടത്തിനടക്കം ദേശീയപാതയ്ക്കടക്കമുള്ള ഡോക്യുമെൻ്റ് പരിശോധിച്ചാൽ അറിയാം. ഇറ്റ് ഈസ് നോട്ട് എൻ അക്വിസിഷൻ, ഇറ്റ് ഈസ് എ ഡീൽ. ഞാൻ തത്വത്തിന് വേണ്ടി. ഇനി ലാവലിൻ്റെ കാര്യത്തിലും കൂടി ഒരു അഭിപ്രായമുണ്ട്. കാർത്തികേയനാണ് ലാവലിൻ്റെ കരാർ ഒപ്പിട്ടത്. ഞാനത് കുറച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ കാർത്തികേയൻ ഒപ്പിട്ട കരാറ് കൺസൾട്ടൻസി എഗ്രിമെൻ്റാണ്. കാർത്തികേയൻ കൺസൾട്ടൻസി എഗ്രിമെൻ്റാണ്. അത് കൺസൾട്ടൻസി, സാധാരണ നമുക്കൊരു കമ്പനി കൺസൾട്ടൻസി എഗ്രിമെൻ്റ് ഉണ്ടാക്കാം. അവരൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കും, അവരൊരു സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കും, സാധനം സപ്ലൈ വേറെ ആളുടെ നമ്മൾ മേടിക്കും. പക്ഷേ പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്ത തെറ്റ്, അതേ കൺസൾട്ടൻസി ഏജൻസി തന്നെ സപ്ലൈ ഏജൻസിയായി. അവിടെയാണ് പ്രശ്നം. ഒരു സിസ്റ്റം, ഞാൻ 2ലും വർക്ക് ചെയ്തിട്ടുള്ള, ഒരു സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കും, അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കും, എന്നിട്ട് ടെൻഡർ ചെയ്യും. ടെൻഡർ ശരിയാണോ എന്ന് പരിശോധിക്കൽ ഇവരുടെ ജോലിയാണ്. എക്യുപ്മെൻറ്റ് ശരിയാണോ എന്ന് പരിശോധിക്കൽ കൺസൾട്ടൻ്റെ ജോലിയാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ശരിയാണോ എന്ന് പരിശോധിക്കൽ കൺസൾട്ടൻ്റെ ജോലിയാണ്. പക്ഷേ ഇവിടെ എല്ലാം ചെയ്തത് ഒരേ ആളാണ്. അവിടെയാണ് പ്രശ്നം. അതാണ് ലാവലിൻ കരാറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് എത്തിക്സിനെതിരാണ്. സപ്ലൈ ചെയ്യുന്ന ഈ കൺസൾട്ടൻ്റ് സപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ലാവലിൻ കരാറിൽ അഴിമതിയുണ്ട് എന്ന് എന്നെപ്പോലുള്ള ആളുകൾ പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.